First call. Judges, please note 3102 on stage. 3102. ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനും ഭാര്യ ബിന്ദുവും കൂടി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവ പരിപാടി കാണാനായിട്ട് തിരുവല്ലയിൽ പോയിരുന്നു. അത് സമാപിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ സമാപന ദിവസം എന്താണ് കലാപരിപാടികളെന്ന് അറിയാനായിട്ട് പോയതാണ്. വളരെ കൗതുകമായിട്ട് പോയതാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കലാപരിപാടി ആസ്വദിച്ച് തന്നെ ഇരിക്കണം, അവിടെ ഇരിക്കുന്നിടത്തോളം സമയം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ചില പരമാർത്ഥങ്ങൾ, ചില വസ്തുതകൾ ഇവിടെ പറയുകയാണ്. അതായത് സാധാരണ ഏത് പരിപാടിക്കാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അനുസരിച്ച് അവിടെ ഇരിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അവർക്ക് അവരുടേതായ, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ, യുവാക്കളാകുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതാണ്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാതെ അത് വളരെ നർമ്മത്തോടു കൂടി എടുത്താൽ മതി. ഞാൻ വിമർശന ബുദ്ധിയോടുകൂടിയല്ല ഇവിടെ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അതിലേക്ക് വരിക, കാണുക വീഡിയോ മുന്നോട്ട്. വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർ ആയാസരഹിതമായി നിന്ന് തരും ചില ഫോട്ടോ എടുക്കുന്ന സമയത്ത്, വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കും ചിലപ്പോൾ അവരവിടുന്ന് ഓടി മറയുമെന്നൊക്കെ. എന്നാൽ അവരുടേതായ ലോകത്ത് ഇങ്ങനെ വിഹരിച്ച് നടക്കുകയാണ് ആ കലോത്സവ രീതികളുടെ പുറത്ത് തന്നെ. അപ്പോൾ ഇരിക്കണോ വേണ്ടയോ, അകത്തിരിക്കണോ, അകത്തിരുന്നാൽ ഇരുന്നു പോകുമോ, തിരിച്ച് ഇറങ്ങി ഇവിടേക്ക് ഒന്ന് കറങ്ങിയാലോ എന്നൊക്കെയുള്ള ചിന്തയാണ് പലർക്കും. അതിലൊന്നും ഒരു തെറ്റും കാണാനില്ല. കാരണം നമ്മൾ കലാലയ ജീവിതത്തിലെ, സ്കൂൾ ജീവിതത്തെ വിട്ട് കലാലയ ജീവിതത്തിൽ വരുമ്പോൾ വിഹരിക്കാനുള്ള വേദികൾ എവിടെയുണ്ടോ അതാണ് നമ്മൾ തേടിപ്പോവുക. സാധാരണഗതിയിൽ നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ചിലര് കൂട്ടമായി പോകുന്നത് കാണാം, ചിലര് ഒറ്റ തിരിഞ്ഞ് നിന്ന് സംസാരിക്കുന്നു. പിന്നെ ചിലർ നമ്മൾ പോയി അവിടെ പോയി കാലി സീറ്റ് കാണുമ്പോൾ, ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അതിനടുത്ത് സ്വകാര്യമായി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവാനായിരിക്കാം ഒരുപക്ഷെ അവർ കൂട്ടം കൂടിയിരുന്നവർ എണീറ്റ് പോകുന്ന സീനും കണ്ടു. അപ്പൊ എന്തായാലും അതൊക്കെ ഈ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ടാണോ ഇതിനെ കാണുന്നത്, അതോ വേദിയിൽ നടക്കുന്ന പരിപാടികൾ ആസ്വദിച്ചിരിക്കുന്ന കുറെ അധികം ആൾക്കാരെ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽ യുവാക്കൾ തന്നെ ധാരാളം, അതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ധാരാളമായി അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിനിടയിൽ തന്നെ അവർക്ക് ചില പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല പരിപാടികൾ. ചിലര് അതിന്റെ ബുദ്ധിമുട്ട് വളരെ തുടർന്ന് കാണിക്കാറുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും അത് ഈ വീഡിയോയിൽ നിന്നാൽ. രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ പെരുമാറുന്ന ചിലരെ നമുക്ക്, അവര് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടുക്കു ഇരിക്കുകയായിരിക്കും ചിലപ്പോ കാണികളുടെ. അപ്പൊ അവിടെ നിന്നൊക്കെ എണ്ണീറ്റ് ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സീനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണെങ്കിലും വേദിയിൽ കലാപരിപാടി അവതരിപ്പിക്കുന്നവർ ചിട്ടയായി ഇത് പരിശീലിച്ച് വളരെ മാസങ്ങളുടെ പരിശീലനം കഴിഞ്ഞായിരിക്കും വരുന്നത്. അവര് തകൃതിയായി വളരെ എനർജിയോടുകൂടി ഇത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതും വളരെ രസകരമായ രീതിയിൽ തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെ ഒപ്പന നടക്കുന്ന സമയത്ത് വധു എഴുന്നേറ്റ് പോകുന്നോ എന്നൊരു സംശയം, അല്ലെങ്കിൽ അവിടെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നോ, കാരണം കാണികളുടെ അസഹിഷ്ണുത കണ്ടിട്ടാണോ അല്ലെങ്കിൽ അതാണോ എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോകാഴികയില്ല. ഞാനൊരു ഹാസ്യരൂപേണ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെയല്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ചിലര്, നമുക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ട് അവര് കാണികളെ കണ്ടു തന്നെയാണ് അവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവര് ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കും. അത് സ്വാഭാവികമാണ്. അപ്പൊ അവരിടയ്ക്ക് അവിടെ വേദിയിലൊക്കെ ധാരാളം പേര് കാണികളായിട്ട് ധാരാളം പേര് ഇരിക്കുന്നത് കണ്ടു.
അപ്പോൾ ചില ചുള്ളത്തികളും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് പോകണോ വേണ്ടയോ എന്ന പകുതി മനസ്സോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള കലാപരിപാടികൾ ആസ്വദിക്കുമ്പോൾ, ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർവാധികം അത് തീരുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്ന് മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണമെങ്കിൽ അവിടെ ധാരാളം സ്ഥലമുണ്ട്. ഒരു വലിയ പബ്ലിക് സ്റ്റേഡിയമാണ് തിരുവല്ലയിൽ. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ പബ്ലിക് സ്റ്റേഡിയം കലാപരിപാടികൾക്കായി ഇപ്പോൾ നീക്കി വച്ചിരിക്കുന്നു. കാരണം പബ്ലിക് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ശരിയായിട്ടുള്ള പബ്ലിക് സ്റ്റേഡിയത്തിന്റെ ഒരു നിലയിൽ എത്തിയിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവല്ലയുടെ സാംസ്കാരിക കായിക രംഗത്ത് തിരുവല്ല കുതിച്ചുയരട്ടെ. ഇനിയും നല്ല പരിപാടികളും നല്ല അവസരങ്ങളും തിരുവല്ലയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. എന്തായാലും ഈ പരിപാടി മുന്നോട്ട് കാണുക, ഇടമുറിയാതെ മുഴുവനും കാണുക, വീഡിയോ മുന്നോട്ട് കാണുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കമൻറ്റ് തീർച്ചയായും ഉണ്ടാകണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ഇതുവരെയും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.